എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാഗി കൊണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ. ഇന്നൊരു വെജിറ്റബിൾ മസാല മാഗി ഉണ്ടാക്കാം. ഏത് പ്രായക്കാർക്കും ഇഷ്ടമുള്ള റെസിപ്പി ആയിരിക്കുമല്ലോ. 5 മിനിറ്റിൽ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ മസാല മാഗിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. ആദ്യം തന്നെ ഓരോ സ്പൂൺ ഇഞ്ചിയും പച്ചമുളകും വേണം. പിന്നെ ഓരോ കപ്പ് വെച്ച് സവാള, തക്കാളി, ഗ്രീൻ പീസ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്. ഇതെല്ലാം ഫൈൻലി ചോപ്ഡ് ഒന്നും അല്ല, ഇനി ഡൈസ് ചെയ്ത ഒരു പരിവ് കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റുവേ. ഓരോ കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ മെയിൻ താരം മാഗി. ഇത് 4 എണ്ണവും എടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുതേ, ടേസ്റ്റ് അങ്ങ് മാറും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. ഇതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇടണേ. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. അധികം ഇടണ്ട, കുറച്ച് മതിയാവും. കാരണം നമുക്ക് ടേസ്റ്റ് മേക്കറിനകത്ത് നല്ല രീതിയിൽ ഉപ്പ് ഉണ്ട്. വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവ മതി. അങ്ങനെ ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയൊക്കെ മതി കേട്ടോ. എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇഞ്ചിയുടെ ഒക്കെ അത്ര മതി. ഇനി പൊടികൾ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇനി ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ, ആ കുത്തലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാവേ. ഈ ഒരു പരുവം മതി കേട്ടോ. തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ടൊന്ന് വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഇനി വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാവേ. ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്. ഇതങ്ങനെ ഫൈനലി ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇച്ചിരി വലുപ്പത്തിൽ കിടക്കണം കേട്ടോ. ഒന്ന് ഡൈസ് ചെയ്തിട്ടാ മതി. ഇതൊരു 5 മിനിറ്റിന് കുക്കാവണം കേട്ടോ. അങ്ങനെ ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു ക്രഞ്ചിനെസ് ഒക്കെ വേണം. ഒരു 5 മിനിറ്റ്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ 4 കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മാഗി മസാലയില്ലേ, ടേസ്റ്റ് മേക്കർ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിനകത്തുള്ള 4 പീസും ഇടുന്നത് കൊണ്ട് 4 പാക്കറ്റും ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. മാഗി ഇട്ട് കൊടുക്കുവാണേ. ഇത് വലിയ ഹെൽത്തി റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ടേസ്റ്റ് മേക്കറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ചുമ്മാ കഴിക്കുന്നതിലും പച്ചക്കറിയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു ഫീൽ അല്ലേ. മുങ്ങിക്കിടക്കുന്ന ഒരു പരുവം വെള്ളം കേട്ടോ. വെള്ളം ഞങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ അങ്ങ് ഒഴിക്കണം. അത്രയേ ഉള്ളൂ.
അങ്ങനെ ഓവർ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ കിടന്നാൽ മതിയേ. അങ്ങനെ നമ്മുടെ മാഗി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ ഇച്ചിരി ഡ്രൈ ആകുവേ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ മാഗി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാഗി കഴിക്കാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ അല്ലേ? പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഇതുണ്ടാക്കിയിട്ട് ഇതിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.